ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ഉറക്കണീറ്റുള്ളൂ. നമുക്ക് ഇന്ന് യൂണിവേഴ്സിറ്റി പോകാം. അപ്പോൾ ഇന്നിങ്ങനെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ കണ്ട പോലെ ഞാൻ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കണത്. ഇതുണ്ടാക്കി സൈഡാക്കിയിട്ട് വേണം എനിക്ക് കുളിക്കാനെല്ലാം പോകാൻ വേണ്ടിയിട്ട്. ഞാൻ ചെമ്മീൻ ഫ്രൈഡ് റൈസാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിൻ്റെ ചെമ്മീൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ തന്നെ നന്നാക്കിയത് ഞാൻ മേടിച്ചതാണ് കേട്ടോ. അത് ചെറുതാക്കി അരിഞ്ഞോന്നേ ഉള്ളൂ, കാരണം വലിയ ചെമ്മീനായിരുന്നു. ഇനി ഇതൊന്ന് സെറ്റാവാൻ വേണ്ടി വെക്കാം. അത് കഴിയുമ്പോൾ നമുക്ക് ഈ 2 മുട്ടയും കൂടി ഇട്ട് പൊട്ടിച്ച് ചോറും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡിയാവും. കുറച്ച് സോയ സോസും കൂടെ ഒഴിക്കുന്നുണ്ട്. സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് മാത്രമുള്ള പ്രശ്നമാണോ എന്നറിയില്ല. എപ്പോഴും ഞാൻ സൗണ്ട് ഉണ്ടാക്കാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ തട്ടുമുട്ടും ഉണ്ടാവുക. എൻ്റെ റൂമേറ്റ് ഉറങ്ങുകയാണ്, അപ്പോൾ ഞാൻ ഉറങ്ങാണ്ട് പയ്യെ കുക്ക് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ എൻ്റെ കൈതട്ടി ഉപ്പുപാത്രം നിലത്ത് വീണു. ഫുള്ളുപ്പ് പോയി. ഇരട്ടിപ്പണി. എളുപ്പമാക്കാൻ നോക്കുമ്പോൾ എപ്പോഴും തലവേദന പിടിച്ചിട്ടാണ് പോകാറ്. അതൊക്കെ ക്ലീൻ ചെയ്ത് ഇപ്പം നമ്മുടെ ഫ്രൈഡ് റൈസ് കാണാൻ വലിയ ലുക്കൊന്നുമില്ല. ടേസ്റ്റ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എന്തായാലും ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഇത് തന്നെയാണ്. അപ്പോൾ നമുക്ക് പാക്ക് ചെയ്യാം കേട്ടോ. ഹലോ, അപ്പോൾ ഞാൻ കുളിച്ച് റെഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇതൊരു വൈറ്റ് ബെൽ ബോട്ടം പാൻസുമാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ പാത്രം എടുത്ത് അത് കഴുകാനൊക്കെ ഉള്ള മടിക്ക് ഞാൻ ഉണ്ടാക്കിയ പാത്രത്തിൽ തന്നെയാണ് കഴിക്കുന്നത്. ലഞ്ച് പാക്ക് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഉണ്ടാക്കി വന്നപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനും ഉള്ള ക്വാണ്ടിറ്റി ഞാൻ അറിയാണ്ട് ഉണ്ടാക്കിപ്പോയി. ഉപകാരമാണ്. വെള്ളം നാട്ടി ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിൽറ്ററാണ് കേട്ടോ. ഇവിടുത്തെ വെള്ളം ഹാർഡ് വാട്ടർ ആയതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് വെള്ളം കുടിക്കാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഫിൽറ്റർ. ഇതിന് നടുവിലുള്ളത് ക്യാപ്സ്യൂള്. ഇത് ഫിൽറ്റർ ചെയ്ത് നല്ല വെള്ളം ഇങ്ങോട്ടാക്കി തരും. അതാണ് നമ്മൾ കുടിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ഇത് ഇടാനുള്ള ജാക്കറ്റ് ഞാൻ ചെറിയ ജാക്കറ്റ് ഇടണം, കാരണം തണുപ്പില്ലാന്ന് വിചാരിക്കും. ലഞ്ച് ബോക്സ് എടുത്ത് വയ്ക്കാം. വാട്ടർ ബോട്ടിൽ എടുത്ത് വയ്ക്കാം. എന്നതൊക്കെയോ വേസ്റ്റ്. എനിക്കിന്ന് ഏറെക്കുറെ 7 മണി വരെ ക്ലാസ് ഉണ്ട്. എൻ്റെ നോർമൽ യൂണിവേഴ്സിറ്റി ക്ലാസ് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഇറ്റാലിയൻ ക്ലാസ് വരണേ. അപ്പോൾ അത് കഴിഞ്ഞ് വരുമ്പോൾ നല്ല വിശന്നിട്ട് വരാം. അപ്പോൾ അതിനും കൂടെ ഉള്ള ഫുഡുള്ളത് നന്നായി. സത്യം പറഞ്ഞാൽ നല്ല ലേറ്റാണ്. ഒരു സ്പൂണും കൂടെ എടുത്ത് വയ്ക്കാം, അല്ലെങ്കിൽ ഇനി കഴിക്കാൻ നേരത്ത് സ്പൂണില്ലാണ്ട് കഷ്ടപ്പെടും. ലാസ്റ്റ് ഡേ എനിക്ക് അങ്ങനെ ഉണ്ടായി. ഞാൻ ഫുഡ് മേടിച്ചിട്ട് എനിക്ക് ഫോർക്കോ സ്പൂണോ ഇല്ലാണ്ട് കൈ കൊണ്ട് കഴിക്കേണ്ടി വന്നു. ഇവിടെ അത് അത്ര കോമൺ അല്ലല്ലോ. അപ്പോൾ ഒരു ചമ്മലം. വെള്ളം കുടിക്കാം. ഇന്ന് എനിക്ക് യൂണിവേഴ്സിറ്റിക്ക് അല്ല പോകേണ്ട, വേറെ സ്റ്റോപ്പിക്കാണ്. പുറത്ത് ജനോവ പറയണേ. കാരണം എനിക്കിന്ന് സ്റ്റുഡിയോ ആണ്. അപ്പോൾ നമുക്കൊരു സൈറ്റ് വിസിറ്റ് ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. ആക്ച്വലി ലേറ്റായി. ടീം മെമ്പേഴ്സിന് മെസ്സേജ് അയക്കണം, ലേറ്റ് ആയിട്ടുണ്ട്, എവിടെയാണ് അവരുടെ ലൊക്കേഷൻ. നമ്മളൊരു സ്ഥലത്ത് മീറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കണേ.
ചൂടാ. അപ്പോൾ നമ്മുടെ സ്റ്റുഡിയോ ഉള്ള കാരണം കൊണ്ട് ആദ്യം നമ്മൾ സൈറ്റിലേക്ക് പോകണം. സൈറ്റിലേക്ക് പോയതിന് ശേഷം നമ്മൾ ഇങ്ങോട്ട് പോകും, ക്ലാസ്സിലോട്ട് പോകും. അത് കഴിഞ്ഞിട്ട് എനിക്ക് വേറൊരു അവർ ഉണ്ട് ക്ലാസ്സിൽ. അത് കഴിഞ്ഞിട്ട് ഇറ്റാലിയൻ ക്ലാസ്സിന് പോകണം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് വിശന്ന കഴിക്കാൻ വേണ്ടി ഞാൻ ഫുഡ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കാപ്പി കുടിക്കാൻ പോകുന്ന പ്രൊഫസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്കിൽ അതും ഉണ്ടായിരിക്കും. അപ്പം ഞാൻ അവിടെ കാണുന്നതൊക്കെ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്ത് നിങ്ങളെയും കാണിക്കാം കേട്ടോ. നല്ല സ്ഥലത്തേക്കാണ് പോണേ. ഇവിടെ എല്ലാവരും പോണ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് നവേലി. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. തണുപ്പ് എന്താവുന്നൊന്നും അറിയില്ല. ഞാൻ ഈ ജാക്കറ്റാണ് ഇടുന്നത്. ഇപ്പം തണുപ്പ് കുറഞ്ഞു. ഇപ്പം സ്പ്രിങ് സീസൺ ആയിട്ടുണ്ട്, അതുകൊണ്ട് തണുപ്പ് കുറഞ്ഞു വരുന്നുണ്ട്. ഞാൻ ഭയങ്കര സാഹസികതയാണ് കാണിക്കുന്നത്. കനി കോട്ട് ഇത്തിരി പ്രശ്നമുണ്ട്, ഒരു പോകുന്നറിയില്ല, നോക്കാം. കുറച്ച് ദിവസമായിട്ട് നല്ല മഴയാണ്, അതുകൊണ്ടാണ് തറയിൽ അപ്പടി വെള്ളം. നമ്മളെ സൈറ്റിലേക്ക് നടക്കുകയാണ്. നമ്മളെ സൈറ്റിൽ നടക്കാൻ കേട്ടോ. കുറേ കാര്യങ്ങൾ പ്രൊഫസർ പറയുന്നുണ്ട്, അതൊക്കെ എഴുതിയെടുത്ത് നടന്നുകൊണ്ടിരിക്കുക. ഇന്ന് നല്ല സൺലൈറ്റ് ഉണ്ട്, കാരണം ഇപ്പോൾ സ്പ്രിങ് സീസൺ ആയതുകൊണ്ട് സൺലൈറ്റൊക്കെ വന്നു തുടങ്ങി. തണുപ്പ് അധികം ഇല്ല, ചെറിയ കോട്ടിട്ടിട്ട് ഇതുവരെ ഉപദ്രവമൊന്നും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ 10 പേര് വെച്ച് കുറേ ഗ്രൂപ്പ് ഉണ്ട്. എൻ്റെ ഗ്രൂപ്പ് മെമ്പേഴ്സൊക്കെ അവിടെ ഇവിടെ ഉണ്ട്. ഞാൻ ഒറ്റയ്ക്കാണ് നിൽക്കണത്, കാരണം ഞാൻ പ്രൊഫസറിൻ്റെ പിന്നാലെ നടന്നെല്ലാം നോട്ട് ചെയ്യാണ്. കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണം. Triangle. So we can see the car parking, no, car bridge, and here the pedestrian friendly road towards the yard. നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൻ്റെ അകത്ത് വന്നേക്കുക. എനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യമാണ് ഇങ്ങനെ ഗ്ലാസിൻ്റെ അവിടെയൊക്കെ പോയി നിൽക്കുക എന്നുള്ളത്. എന്നെങ്കിലും പൊട്ടി ഞാൻ താഴോട്ട് പോ. നല്ല സ്ഥലമാണ് കേട്ടോ. നമ്മൾ എന്തോ ഒരു മ്യൂസിയം കാണാൻ വേണ്ടി പോവാണ്. കാണാനുണ്ടോ? നല്ല ഭംഗിയുണ്ട്. അമ്പോ അടിപൊളിയില്. ഇറ്റ്സ് ഗുഡ്. ഞങ്ങൾ കുറേ സ്റ്റെപ്പ് കയറി വന്നപ്പോൾ ഇതാണ് കേട്ടോ കാണാനുള്ള.
റൂഫ് ടോപ്പിലാണുള്ളത്. നിങ്ങൾക്ക് നാരങ്ങ കാണാനുണ്ടോ? ഞാൻ ഹെയർ സ്റ്റൈൽ മാറ്റി ആ മുടി പിന്നിട്ടതെല്ലാം ഊരി വരണു. ഞാൻ സൂപ്പർ സംഭവം കാണിച്ചു തരാമേ. ഓക്കെ, ഇൻഫിനിറ്റി പൂളാണെന്ന് തോന്നുന്നു. ഇത് താഴ്ന്ന് ഞങ്ങൾ കണ്ടായിരുന്നു, ഇപ്പം മേലേക്ക് വന്നേക്കുക. അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഹലോ, അങ്ങനെ ഭയങ്കര ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു ദിവസം കഴിഞ്ഞു. ഇനി എനിക്ക് ഇറ്റാലിയൻ ക്ലാസ് ഉണ്ട്. എൻ്റെ 2-3 സെഷൻസ് കഴിഞ്ഞു. ഇനി അടുത്ത ഇറ്റാലിയൻ സെഷനും കൂടെ കഴിഞ്ഞ് ഇന്നത്തെ ദിവസം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് KSLOങ്ക ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റാണ്, അവിടേക്കും കൂടെ പോകാനുണ്ട്. അതും കൂടെ ഞാനിവിടെ കുറച്ച് വീഡിയോസ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ബ്ലോഗ് അവസാനിപ്പിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇറ്റാലിയൻ ക്ലാസ്സിലേക്ക് നടക്കുകയാണ്. ഒരു കമ്മ്യൂണിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാരെ ഇറ്റാലിയൻ പഠിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു ബിൽഡിംഗ് ഇതേപോലെ എടുത്തിട്ട് ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. എല്ലാ ലെവലും നമ്മളിവിടെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കും. ഒരു ചാരിറ്റി പോലെ അവർ ചെയ്യണതാണ്. അപ്പോൾ ഒരുപാട് പേര് ഇവിടെ വന്ന് പഠിക്കാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 4-5 മാസമായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ A2 ലെവലായിരിക്കുകയാണ്. എന്നുവെച്ചാൽ എനിക്ക് ഇറ്റാലിയൻ അത്ര വലിയ കാര്യമായിട്ട് പറയാനൊന്നും അറിയില്ല. പക്ഷെ നല്ല രസമാണ് അവിടെ വന്നിരിക്കാൻ. കാരണം നല്ല ഫൺ ആക്ടിവിറ്റീസൊക്കെ ആണ്. അപ്പോൾ നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. അന്നന്ന് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടിയും നല്ലതാണ്. അപ്പോൾ ഇതാണ് ഇറ്റാലിയൻ ക്ലാസ്സിലോട്ടുള്ള വഴി. ഓക്കെ, അപ്പോൾ ഞാൻ ക്ലാസ്സിൽ കയറട്ടെ കേട്ടോ. ക്ലാസ്സിൽ നിന്ന് ബിറ്റ്സ് ഒന്നും എടുക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. ബട്ട് സ്റ്റിൽ ഞാൻ നോക്കട്ടെ കേട്ടോ.